ഒരു ട്രെയിൻ 8 മണിക്കൂർ കൊണ്ട് ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കുന്നു. വേഗത മണിക്കൂറിൽ 6 കിലോമീറ്റർ വർദ്ധിപ്പിച്ചാൽ 6 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തും. ട്രെയിനിൻ്റെ യഥാർത്ഥ വേഗത എത്ര? നമുക്ക് ഇതിൽ ആദ്യത്തെ വാചകം മാത്രം എടുക്കുക. ഒരു ട്രെയിൻ 8 മണിക്കൂർ കൊണ്ട്, അപ്പോൾ സമയം നമുക്കറിയാം, സമയം അറിയാം, ടൈം അറിയാം. എത്രയാണ്? 8 മണിക്കൂർ. ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കുന്നു. നമുക്ക് വേഗത അറിയില്ല. വേഗത സ്പീഡ് നമുക്ക് എക്സ് എടുക്കുക. എക്സ് കിലോമീറ്റർ പ്രതി മണിക്കൂർ. അപ്പോൾ നമുക്ക് സമയം തന്നിട്ട് എത്രയാണ്? 8 മണിക്കൂർ. വേഗത സ്പീഡ് നമുക്കറിയില്ല. അത് നമ്മൾ എന്തെടുത്തു? എക്സ് കിലോമീറ്റർ പ്രതി മണിക്കൂർ എടുത്തു. നമുക്കിതിന്ന് സഞ്ചരിച്ച ദൂരം കാണാം. ദൂരം നമുക്കറിയാം. ദൂരം സൂത്രവാക്യം എന്താ? സമയം ഇൻറ്റു വേഗത. ദൂരം സമയം ഇൻറ്റു വേഗത. സമയം 8 ഇൻറ്റു വേഗത എക്സ്. അപ്പോൾ ദൂരം 8x. ദൂരമല്ലേ ഇത്? അപ്പോൾ 8x കിലോമീറ്റർ. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ വാചകം എടുക്കുക. എന്താണ്? വേഗത മണിക്കൂറിൽ 6 കിലോമീറ്റർ വർദ്ധിപ്പിച്ചാൽ നമ്മൾ പുതിയ വേഗത എഴുതുക. ആദ്യ വേഗത നമ്മൾ എക്സൽ എടുത്തിരുന്ന് 6 കിലോമീറ്റർ കൂട്ടണം. അപ്പോൾ എന്താ എഴുതുക? എക്സ് പ്ലസ് 6. ഇവിടെ എക്സ് ആയിരുന്നു, 6 കൂട്ടി എക്സ് പ്ലസ് 6 യൂണിറ്റ് തന്നെ. എന്താണ്? കിലോമീറ്റർ പ്രതി മണിക്കൂർ. 6 കിലോമീറ്റർ വർദ്ധിപ്പിച്ചാൽ 6 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തും. അപ്പോൾ സമയം 6 മണിക്കൂറായി. ആദ്യം സമയം 8 മണിക്കൂറായിരുന്നു, ഇപ്പോൾ സമയം പറഞ്ഞു 6 മണിക്കൂർ കൊണ്ടെത്തും. അപ്പോൾ ടി എത്രയാണ്? 6 മണിക്കൂർ. വീണ്ടും നമ്മൾ സമയവും വേഗതയും എഴുതി. വീണ്ടും ദൂരം കാണുക. ദൂരം സൂത്രവാക്യം എന്താ? സമയം ഇൻറ്റു വേഗത അല്ലേ? സമയം ഇൻറ്റു വേഗത എന്താ? 6 ഇൻറ്റു എക്സ് പ്ലസ് 6. 6 ഇൻറ്റു എക്സ് പ്ലസ് 6. നമുക്ക് ആദ്യം ദൂരം കിട്ടി, വീണ്ടും ദൂരം കിട്ടി. ദൂരങ്ങൾ തുല്യമാണ്, ദൂരം ഒരിക്കലും മാറില്ല, ദൂരങ്ങൾ തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 8x. 8x സമം ഇത് എഴുതുക 6 ഇൻറ്റു എക്സ് പ്ലസ് 6. 8x സമം 6 കൊണ്ട് 2 കുടിക്കണം. 6 ഇൻറ്റു എക്സ് 6x പ്ലസ് 6 ഇൻറ്റു 6 36. 6x എടുത്തു. അപ്പോൾ 8x മൈനസ് 6x എന്ത് വരും? 2x. 8x മൈനസ് 6x 2x സമം 36. എക്സ് സമം 36/2. എക്സ് സമം 36/2 18. എക്സ് എന്താണ്? ആദ്യത്തെ വേഗതയാണ് അല്ലേ? യഥാർത്ഥ വേഗത എത്രയാണ്? 18 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഉത്തരം 18 കിലോമീറ്റർ പ്രതി മണിക്കൂർ.